ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് വളരെ വ്യത്യസ്ത രുചികളുള്ളതാണ്. പുളിപ്പുണ്ട്, മധുരമുണ്ട്, എരിവുണ്ട്, ഉപ്പുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അതെന്താണെന്നല്ലേ? അത് വേറൊന്നുമല്ല, ഈത്തപ്പഴ അച്ചാറാണ് ഗൈസ്. ഇത് ബിരിയാണിയുടെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ, മന്തിയുടെ കൂടെ എല്ലാം പോകുന്ന വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പാകെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 1/2 കിലോ ഈന്തപ്പഴം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പുളിവെള്ളമുണ്ട്, കരിവേപ്പില, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക്, 1/4 കിലോ ശർക്കര. 3/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉലുവാപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഡേറ്റ്സ് തട്ടിക്കൊടുക്കാം. ശകലം ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളയ്ക്കും വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് നല്ല വെള്ളമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഇത് കുറച്ച് വറ്റി വരേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വറ്റി നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പലരും കല്യാണ വീടുകളിലൊക്കെ ആയിരിക്കും കഴിച്ചിട്ടുണ്ടാവുക. ഇതിപ്പോൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്ന് മനസ്സിലായില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ ബൈ.